ഭക്ഷണം ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരോ ഉള്ളത്? അതും ഷെഡ്യൂൾ ബ്രേക്ക് ടൈമിൽ. ഞാനിങ്ങനെ ഷെഡ്യൂൾ ബ്രേക്കാന്ന് പറഞ്ഞപ്പോഴേ ജിതിൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഏറ്റുമാനൂർ ഗവൺമെൻറ് ITI കോളേജിനടുത്തായിട്ട് ഒരു മൂക്കൻസ് റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, നമ്മുടെ സ്വന്തം നാടല്ലേ. ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ സ്ട്രെയിറ്റ് കിടക്കുന്ന വഴിയിലൂടെ കയറി കുറച്ച് ദൂരം യാത്ര ചെയ്തപ്പം നമ്മുടെ മൂക്കൻസ് റെസ്റ്റോറൻറ്റിലെത്തി. അവിടെ എന്താ പറയുക, ഷാപ്പിൽ ഊണും കറികളും ഒക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. കയറി ചെല്ലുമ്പോഴേ ഒരു ജീപ്പൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതിലും അടിപൊളി ഒരു സംഭവം, നമ്മളെ കാത്ത് നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിൽ ഇരിപ്പുണ്ട്. നമ്മളുടെ പതുക്കെ അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറി കഴിയുമ്പോൾ തന്നെ നല്ലൊരു സംഭവമൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്, മൂക്കൻസ് റെസ്റ്റോറൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. പുറത്തെ ആംബിയൻസൊക്കെ അടിപൊളിയാണ്. പിന്നെ ഓപ്പൺ സ്പേസിലിരുന്ന് ഫുഡ് കഴിക്കുക എന്നുള്ള പ്രത്യേകതയൊക്കെ ഉണ്ടെന്നൊക്കെ ജിതിനിങ്ങനെ പറഞ്ഞു. അതുമാത്രമല്ല, നല്ല അടിപൊളി ഒരു സംഭവം ദേ നമ്മളെ കാത്തിവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. സംഭവം മറ്റൊന്നുമല്ല, നമ്മുടെ 24 അവേഴ്സും മിസ്റ്റ് വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ഇവിടെ പോയത്. അങ്ങനെ ഒരു സംഭവം ഇങ്ങനെ അവിടെ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. നമ്മളെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് വിടുന്നുണ്ട് വാട്ടർ. അതും ഈ ചൂട് സമയത്തൊക്കെ നല്ല അടിപൊളി ആശ്വാസമാണ് കേട്ടോ അവിടെ കിട്ടുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ ഒരു മഞ്ഞിലുള്ള ഒരു യാത്ര ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇവിടെ വരുന്നവരെ കാത്തിരിക്കുന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് നല്ല തണുത്ത മുന്തിരിക്കള്ള്. അത്യാവശ്യം എന്താ പറയുക, അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും പതുക്കെ ഗ്ലാസ്സിനകത്തേക്കൊക്കെ ഒന്ന് ഒഴിച്ചു വെക്കുന്നുണ്ട്. അത് എനിക്ക് കുടിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, കാരണം എനിക്ക് കള്ളിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ എന്തായാലും അതിൻ്റെ കളറും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം ജസ്റ്റ് ഒന്ന് ഒഴിച്ചു നോക്കാം എന്നിങ്ങനെ വിചാരിച്ചു. നമ്മുടെ ഒരു മുന്തിരി ജ്യൂസ് കുടിക്കുന്ന പോലെ തന്നെയാണെന്ന് ഇങ്ങനെ ജിതിനിങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാനത് അത്യാവശ്യം ഗ്ലാസ്സിൽ ഫില്ല് ചെയ്തിട്ട് ഞാൻ കുടിക്കാൻ തന്നെ തീരുമാനിച്ചു. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. നല്ല തണുത്ത മുന്തിരിക്കൾ വേണമെങ്കിൽ എനിക്ക് പറ്റിയ പണിയല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഞാനവിടെ സംഭവം വെച്ചു. നല്ല പുളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മാത്രം ടേസ്റ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ജിതിനും ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. എന്തായാലും എനിക്ക് കിട്ടിയ പണി തന്നെ ആയിരിക്കുമല്ലോ അവന്. പക്ഷേ അവനതൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു.
അപ്പോൾ എന്തായാലും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്കാണ് ആക്ച്വലി വിശക്കുന്നുണ്ട്, നല്ല വിശപ്പാണ്. നമ്മൾ സമയം തെറ്റിയാണ് നമ്മളിവിടെ ചെന്നത്, അതുകൊണ്ട് തന്നെ മീൽസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരു മീൽസ് ഞാൻ പറഞ്ഞു, ജിതിൻ എൻ്റെ അടുത്ത് പറഞ്ഞു വളരെ അടിപൊളി ടേസ്റ്റാണ് അവിടുത്തെ ഫുഡിനെല്ലാം തന്നെ. അപ്പം മഞ്ഞൊക്കെ കണ്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഓടിക്കതച്ച് ഞങ്ങളിങ്ങ് എത്തിയത്. എന്തായാലും നല്ല ഫുഡിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഫുഡൊക്കെ കഴിക്കട്ടെ, ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കറക്റ്റ് റിവ്യൂ നമുക്ക് പറയാം. എന്തായാലും ആംബിയൻസ് ഒക്കെ നല്ല അടിപൊളിയാണ്, പിന്നെ ഓപ്പൺ സ്പേസാണ്, നല്ല അടിപൊളി സംഭവമായിട്ട് ഫീൽ ചെയ്തു. ഇനിയിപ്പോൾ ഫുഡും കൂടെ കഴിച്ച് കഴിയുമ്പം കറക്റ്റ് അറിയാൻ പറ്റും. ഞാനിവിടെ ഇരുന്ന് പോസ് ചെയ്യാണ്, മരിച്ച് പോസ് ചെയ്യാണ്. കാരണം പുറകിൽ ബാക്ക്ഗ്രൗണ്ടിൽ മഞ്ഞൊക്കെ ഇങ്ങനെ വീഴുന്നുണ്ട്, നല്ല ചൂടാണ്. മഞ്ഞ് എന്ന് ഉദ്ദേശിച്ചത് വാട്ടർ സ്പ്രേ ചെയ്യുന്നതാണ് കേട്ടോ മഞ്ഞെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. പുലിമലയിൽ മഞ്ഞ് പെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഇനി അവിടെ കണ്ടിട്ടില്ലാത്തവർ ഇവിടെ മഴവെള്ളം വീഴുന്ന കണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഫുൾ ടൈം മിസ്റ്റ് വീഴുന്നതായിട്ടാണ് ഇവരുടെ കൺസെപ്റ്റ്. ഭക്ഷണം ഓരോന്നായിട്ട് എത്തിക്കഴിഞ്ഞു. നല്ല കപ്പയും മീൻകറിയും ബീഫ് ഫ്രൈയും നമ്മുടെ കരിമീൻ പൊള്ളിച്ചതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം തന്നെ വന്നു കഴിഞ്ഞ് ഇനിയിപ്പം എനിക്കുള്ള ഐറ്റമാണ് വരാനുള്ളത്. ചോറാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പം ചോറും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിങ്ങനെ എവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്നിങ്ങനെ വിചാരിച്ചിങ്ങനെ അന്തം വിട്ടിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നിന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് കപ്പയിൽ തന്നെ തുടങ്ങാം. കപ്പയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. കപ്പയും മീൻകറിയും കോട്ടയം സ്പെഷ്യലൊക്കെ അല്ലേ. അങ്ങനെ നിന്നപ്പം ഞാൻ തന്നെ തീരുമാനിച്ചു കപ്പ തന്നെ ശരണം. എനിക്കുള്ള ചോറ് വന്നു. ഇവിടെ മുതലാണ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ നിറം മാറുന്നത്. ഞാൻ ആകെ മടുത്തു പോയൊരു സംഭവമാണ്. ഞാൻ ആ സമയത്ത് വിചാരിച്ചു ചോറ് പറയണ്ടായിരുന്നു എന്ന് വിചാരിച്ചു പോയൊരു സംഭവമാണ്. മീൻകറിയൊക്കെ അത്യാവശ്യം മോശമായിരുന്നു. ഒരു ഓപ്പണായിട്ടൊരു റിവ്യൂ ചെയ്യുമ്പം പലർക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷെ എന്നാലും എനിക്ക് തോന്നിയതല്ലേ എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. എനിക്ക് നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പം കൊള്ളത്തില്ല എങ്കിൽ അത് കൊള്ളാമെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അത് നമ്മൾ വളരെ ഓപ്പണായിട്ട് തന്നെ നമ്മളത് പറയണം. ഞാൻ പതുക്കെ ജിതിൻ്റെ മുഖത്തോട്ട് നോക്കി. ജിതിനൊന്നും വേണ്ട, കാരണം ജിതിൻ ചോറുണ്ടിട്ടില്ലല്ലോ. ജിതിൻ കപ്പയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചോറ് മൊത്തത്തിൽ കറികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എന്താ പറയുക, മൊത്തത്തിൽ എനിക്ക് അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ എന്നാലും ആംബിയൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറ് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ ഞാൻ 2 പൊറോട്ട പറഞ്ഞു. ഇനിയിപ്പോൾ പൊറോട്ടയും ചിക്കൻ റോസ്റ്റിലും മാത്രമാണ് ശരണം. പൊറോട്ടയും ചിക്കൻ റോസ്റ്റും അത്യാവശ്യം ഭേദമായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചോറുണ്ടതുകൊണ്ട് അധികം സ്പേസ് എനിക്ക് ഉണ്ടായില്ല. ഇപ്പം ഞാനിങ്ങനെ വിചാരിക്കുകയാണ് ഈ ഫുഡ് വ്ളോഗേഴ്സൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഫുഡ് കണ്ടിന്യൂസ്ലി കഴിക്കുന്ന പല ഐറ്റംസ്. ഞാനിപ്പം 2 ഡിഷ് കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് ഫുള്ളായി. അപ്പം എങ്ങനെയാണ് അവർ കഴിക്കുന്നതെന്ന് അറിയാനൊരു ആകാംക്ഷയുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഫുഡ് വേഗം കഴിച്ചിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവാനുള്ള ഒരു ടെൻഡൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഒന്നാമത് ഭയങ്കര ചൂട്,
ഓപ്പൺ സ്പേസിലിരുന്ന് മനുഷ്യൻ്റെ ഉപ്പാടിളകി. എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നേരെ ഏറ്റുമാനൂരുള്ള മൂക്കൻസിലെത്തുക. എന്തായാലും ഇവിടെ കുറേ അടിപൊളി വെറൈറ്റി ഫുഡുകളുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം കഴിച്ച് മതിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.